Hello friends, welcome to channel. 𝙑𝙑𝙬𝙬𝙯 channel. Ajay. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കാറിന്റെ എയർ പ്യൂരിഫയർ ആണ്. VANTRO എന്നൊരു ബ്രാൻഡാണ്. VANTRO നിങ്ങൾ കണ്ടിരിക്കും കാർ അക്സസറീസും ഉണ്ടാക്കുന്ന കുറേ കമ്പനികളുണ്ട്. ടയർ ഇൻഫ്ലേറ്റർ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആമസോണിൽ തന്നെ അവൈലബിൾ ആണ് വരെ കുറേ പ്രൊഡക്ട്സുകൾ. അപ്പോൾ ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഇത് അവരുടെയാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിലെന്താ പ്രത്യേകത വെച്ചാൽ നമുക്കിതിൽ HEPA ഫിൽറ്ററും അതുപോലെ അയോണൈസറും കൂടി രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഫിൽട്രേഷൻ എഫക്റ്റ് കിട്ടും. അയോണൈസർ നിങ്ങൾക്കറിയാം പോസിറ്റീവ് അയോൺസ് വന്നിട്ട് നമ്മുടെ ബാക്ടീരിയനെ വൈറസിനൊക്കെ അയോണൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് നിർവീര്യമാക്കുന്നതാണ്. അപ്പോൾ അതാണ് പരിപാടി. പിന്നെ HEPA ഫിൽറ്റർ ഉണ്ട് നമുക്കിത്. അത്യാവശ്യം നല്ല ലോങ് ലൈഫ് കിട്ടുന്ന HEPA ഫിൽറ്റർ തന്നെയുണ്ട്. നമുക്ക് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ക്ലീൻ ചെയ്യാം. വാഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തൽക്കാലം നമ്മുടെ വാക്യൂം ക്ലീനറിലൊക്കെ ക്ലീൻ ചെയ്യില്ല, അതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇവർക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.vantro.in എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. MRP കൊടുക്കുന്നത് 8,999 ആണ്. പക്ഷേ 4,200 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. എന്തായാലും നമ്മുടെ ബെസ്റ്റ് വേ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങിക്കാട്ടോ. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു എന്താ പറയുക AMOLED ഡിസ്പ്ലേ ആണ് എൻ്റെ അടുത്ത് ഡിസ്പ്ലേ അതിൻ്റെ മുകളിൽ വരുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലത്തെ ഒരു ഡിസ്പ്ലേ നമുക്ക് ആ ഡിസ്പ്ലേയിൽ നമുക്ക് എയർ ഡിറ്റക്ഷൻ ഉണ്ട്, ക്വാളിറ്റി ഡിറ്റക്ഷൻ ഉണ്ട്, അതുപോലെ ഡിസ്പ്ലേ ഹ്യൂമിഡിറ്റി ഡിസ്പ്ലേ ചെയ്യും, ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ ഫുൾ അലുമിനിയം അലോയാണ്. താഴെ മാത്രം ഒരു പ്ലാസ്റ്റിക് ഉള്ളൂ, ആ ബേസ് മാത്രം. ബാക്കി ഫുൾ അലുമിനിയം അലോയാണ്. അത് കാരണം ഭയങ്കര ലുക്കാണ്. ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ബോക്സിൽ സംഭവം ഇല്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാലല്ലേ വീഡിയോ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചാൽ നമ്മുടെ ബോക്സിൽ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റും കിട്ടുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈ സ്മോക്കൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഡിറ്റക്ഷനും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക അതിനെ മൈൽഡാക്കി ഭയങ്കരമായിട്ട് മൈൽഡാക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ നല്ലൊരു എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ 4,200 രൂപയ്ക്ക് നമുക്ക് ഈ 2 അയോണൈസർ ഇതും കൂടി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ ഇതിന് മുമ്പ് ഷാർപ്പിൻ്റെയും അതുപോലെ ഗോ മെക്കാനിക്കിൻ്റെ അങ്ങനത്തെ കുറേ എയർ പ്യൂരിഫയർ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവർ നമ്മുടെ മുകളിൽ ലിങ്കിലിടാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേപോലത്തെ നമ്മളിപ്പോൾ ഷാർപ്പൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര അത്യാവശ്യം ഹിറ്റായൊരു മോഡലാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷാർപ്പിനും ഇതുപോലെ 5,000-ൻ്റെ ഒരു മോഡലുണ്ട്, 7,000-ൻ്റെ ഒരു മോഡലുണ്ട്, 2 മോഡലുണ്ട്. അതിന് രണ്ടിലും അയോണൈസർ മെത്തഡാണ് ഒരു പ്ലാസ്മ ടെക്നോളജി എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഉപയോഗിക്കുന്നത്. സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ HEPA ഫിൽറ്ററൊന്നും ഇല്ല. പക്ഷേ ഇതിൽ രണ്ടും വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ 1 ഇയർ വാറണ്ടിയൊക്കെ വരുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ 2 ഗീവ് അവേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കും. എന്താ വെച്ചാൽ നമ്മൾ ഒരു 10-യുടെ റൂട്ടറും അതുപോലെ നമ്മൾ ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടുള്ള 3,200 രൂപയുടെ സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ലിങ്ക് കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വാൻട്രോയുടെ കാർ എയർ പ്യൂരിഫയറിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അത് വൈറ്റും ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു മോഡലല്ല ബോക്സാണിത്. വലിയ അധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് തന്നെ വാൻട്രോൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, അതുപോലെ കാർ എയർ പ്യൂരിഫയറിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് സ്പെക്സ് നമുക്ക് ഇപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. 3 ഗിയർ വിൻഡ് സ്പീഡിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ ഡിറ്റക്ഷൻ ഡിസ്പ്ലേ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ 3 നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലക്ഷറി അലുമിനിയം അലോയാണ് ഉപയോഗിച്ചിരിക്കുന്നതും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് നെയിം ഐഡി കൊടുത്തിട്ടുണ്ട്. MRP കൊടുത്തിരിക്കുന്നത് 8,999 ആണ്. പക്ഷേ 4,200 രൂപ റേഞ്ചിലാണ് വരുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെയും വാൻട്രോ കാർ എഫിറിനായിട്ട് നമ്മുടെ പടം കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സീലില്ലാത്ത പാക്കറ്റൊന്നും നമ്മൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിൽ ഇതെന്തോ ഒരു പേപ്പർ പോലെ ഉണ്ട്. ഇത് വാറണ്ടി ഡീറ്റെയിൽസാണ്. എങ്ങനെ നമുക്ക് വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യാന്നുണ്ട്. 3 month എക്സ്ട്രാ വാറണ്ടി എക്സ്റ്റൻഷൻ കിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് യൂസർ മാനുവൽ. ഇന്ത്യൻ കമ്പനി തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇതിലൊരു കേബിളും കൂടി ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ USB കേബിൾ അത് നമ്മുടെ കാറിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിൻ ഡിവൈസ് ഇതാണ്. പിന്നെ വേറെ കാര്യമായിട്ടുള്ള കാർഡിലൊന്നും ഇല്ല. ഇത് നമ്മുടെ ക്വാളിറ്റി പാസ് ആയിട്ട് നമ്മുടെ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഒരു ഇതാണ്. മാറ്റി വയ്ക്കാൻ നമുക്ക് എന്തായാലും നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആയിട്ട് വരുന്ന സംഭവമാണ്. ഇത് നമ്മുടെ ഒരു സ്മാർട്ട് എയർ പ്യൂരിഫയർ എന്നാണ് അവർ പറയുന്നത്. മോസ്റ്റ്ലി നമ്മുടെ ഈ ഡിസ്പ്ലേ ഉള്ള കാരണമായിരിക്കണം. അല്ലാതെ വേറെ സ്മാർട്ട് ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഫുൾ അലയോണ്ട് നമുക്ക് താഴെ മാത്രമുള്ള പ്ലാസ്റ്റിക് വരുന്നത്. പിന്നെ ഇത് അയോണൈസറും വരുന്നുണ്ട്, നമുക്ക് HEPA ഫിൽറ്ററും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ഫിൽട്രേഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസിന് 2 വരുന്നത് നല്ലൊരു ക്വാളിറ്റി സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഷാർപ്പിലും കാര്യങ്ങളൊക്കെ ഇതിൽ ഒരെണ്ണം വരുന്നുള്ളൂ. HEPA ഫിൽറ്ററായിട്ട് വരുന്നില്ല അത്. അതുപോലെ ഗോ മെക്കാനിക്കായാലും അപ്പോൾ ഇതിൽ ഈ അത്യാവശ്യം കാർ പ്യൂരിഫയർ നമ്മൾ കുറേയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഷാർപ്പ് ചെയ്തിട്ടുണ്ട്, ഗോ മെക്കാനിക് ഇതുണ്ട്, യൂറേക്ക ബോക്സിൻ്റെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് നമ്മുടെ കാർ അക്സസറീസിൽ നോക്കി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും.
അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. താഴെയായിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്താ അവർ കൊടുത്തിട്ടുണ്ട്. നെയിം, കാർ എയർ പ്യൂരിഫയർ, വോൾട്ടേജ് 3 വാട്ടാണ് റേറ്റഡ് പവർ, മെയ്ഡ് ഇൻ ചൈനയാണ്. നമുക്ക് ഇവിടെയാണ് അത് തുറക്കാൻ പറ്റുക. നടോ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിൽട്രേഷൻ സംഭവങ്ങൾ കിട്ടും. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്, ഹെപ്പ ഫിൽറ്ററാണത്. ഉണ്ടോ, കാർബൺ ഫിൽറ്ററിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ അയോണൈസറും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി കണ്ടു പറഞ്ഞില്ല, ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫുൾ അലയോൺ ഉണ്ട്. അത് ഫുൾ അല. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ, നമുക്ക് എന്തെങ്കിലും പൊളിച്ച് കളയാം. ഞാനത് കാണിച്ചു തരാം കുത്തിയിട്ട്. ഭയങ്കര ഒരു ലുക്കാണ് സംഭവം. നമ്മുടെ കേബിള് ഞാൻ ഒന്ന് എടുക്കട്ടെ. നമ്മുടെ ഇതിൻ്റെ കേബിള് കാറിലാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം മീനിൻ്റെ കേബിൾ ഉപയോഗിക്കാം. നമുക്ക് 2 കേബിൾ ഉണ്ടല്ലോ, അത് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. ഇതിൻ്റെ ആകെ ഒരു കോൺ എന്ന് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ ഫ്രണ്ട് വരണം കണ്ടു വാൻട്രോ ആയിട്ട് കോൺ വരാൻ നമ്മളിങ്ങനെയാണല്ലോ വെക്കുക. പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ പോർട്ട് വന്നേക്കേണ്ടത്. അതാണ് ആകെ ഒരു ബോറ് പരിപാടി എന്ന് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് കാറിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ സംഭവം നമുക്ക് കാണും. അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. ചില കാറുകൾക്ക് അങ്ങനത്തെ ഡിസൈൻ ഇപ്പോൾ ഫുള്ളി കവർഡായിട്ടുള്ള ഡിസൈനുകളുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ കപ്പ് ഹോൾഡറിൽ വെക്കുമ്പോൾ ഇത് കാണും. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ അത്ര ലുക്കാണ്. ഞാൻ നമ്മുടെ പവർ ഒന്ന് ഓൺ ചെയ്യാൻ മറന്നു. ഞാൻ ഇപ്പോൾ ഒന്ന് പവർ ഓൺ ചെയ്യട്ടെ. നമ്മുടെ ഈ സർജ് പോർട്ടലിൽ പവർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടോ ഓൺ ചെയ്തു, കറക്റ്റ് വന്നേക്കാനുണ്ട് സംഭവം. സോറി, നമ്മുടെ ട്രൈപോഡ് മോൻ തട്ടി അവിടെ കാണിച്ചിട്ടുണ്ട്. ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എയർ ക്വാളിറ്റി ആണ്. ഇത് ടെമ്പറേച്ചറാണ്. ഇത് ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി 85 ഉണ്ട്. വെച്ചാൽ നമ്മുടെ മഴ പെയ്യുണ്ട്. പിന്നെ ഇത് ടെമ്പറേച്ചറാണ് 25 ഡിഗ്രി ഉള്ളൂ. ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ ടച്ചാണ്. ഇത് നമുക്ക് 3 മോഡ് ഫാൻ ഉണ്ട്. ഹൈ മോഡാണ്. നമുക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ എന്തായാലും കാറിൽ വെച്ച് കറക്റ്റ് കാണിച്ചു തരാം അത്. പിന്നെ നമ്മുടെ ഇവിടെ LED കളറുണ്ട്. ഇത് മൾട്ടി കളറാണ്. അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഭയങ്കര ലുക്കാണ് കാറിൽ വയ്ക്കുമ്പോൾ. നിങ്ങൾക്ക് കാറിൽ വയ്ക്കുമ്പോൾ കാണാം ഭയങ്കര ഒരു എന്താ പറയുക, ലക്ഷറി കാറിൽ നമുക്ക് ഇൻബിൽഡ് എയർ പ്യൂരിഫയർ ഇല്ല, അങ്ങനത്തെ ഒരു ലുക്ക് വരുന്നു നമ്മുടെ കാറുകളിൽ. പിന്നെ നമുക്ക് എയർ പ്യൂരിഫയറിൻ്റെ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവത്തിൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഡിസ്പ്ലേ തന്നെയാണ്. എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. നിങ്ങൾക്ക് ഇത് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ അറിയണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും നമ്മുടെ AMOLED ഇല്ല, അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ എന്ന് തോന്നും. അത്രയ്ക്കൊരു ക്വാളിറ്റി വരുന്നുണ്ട് ഡിസ്പ്ലേക്ക്. സൂപ്പർ ഡിസ്പ്ലേ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് എങ്ങനെ ലുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കാറിലേക്ക് പോകാം. നമ്മളപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റായിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ നല്ലൊരു സൂപ്പർ ലുക്ക് തോന്നുന്നുണ്ട്. ഞാൻ ലൈറ്റൊക്കെ ഒന്നും ഇടാമെന്ന് ഉണ്ടോ, ഒരു പ്രീമിയം ലുക്ക് ശരിക്കും കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. വാൻട്രോയുടെ ആകെ ഒരു കോൺ എന്ന് പറയുന്നത് നമ്മുടെ സൈഡിലാണ് ഇതിൻ്റെ എന്താ പറയുക മൈക്രോ USB പോർട്ട് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഡിസ്പ്ലേ ഓണാക്കി കാണിച്ചാലോ, ഡിസ്പ്ലേ ഒരു 1.5 ഡിസ്പ്ലേ ആണ്. ശരിക്കും എന്താ നമ്മുടെ LED ഡിസ്പ്ലേ തോറ്റു പോകും. AMOLED ഡിസ്പ്ലേ പോലെയാണ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് 23 ഡിഗ്രിയാണ് കാണിക്കുന്നത് ടെമ്പറേച്ചർ. അതുപോലെ ഹ്യൂമിഡിറ്റി 70%. പിന്നെ നമ്മുടെ ബ്ലൂ ലൈറ്റ് കത്തുന്ന വെച്ചാൽ ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ എയർ ക്വാളിറ്റി നല്ലതാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു മൾട്ടി കളർ LED ലൈറ്റാണ്. അത് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 1.5 സൂപ്പർ സാധനം. ഞാൻ ആക്ച്വലി ഇതൊരു 2-3 ദിവസമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ശരിക്കും വ്യത്യാസമുണ്ട് നല്ല. നമ്മളിപ്പോൾ സ്പ്രേ ഉപയോഗിച്ച് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു സ്പ്രേ അടിച്ചിട്ട് നമുക്കിപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണിച്ചു തരാമെന്ന്. നമ്മളെന്തായാലും ഒരു സ്പ്രേ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇതിൻ്റെ കളർ മാറില്ല. എന്താ വെച്ചാൽ സ്പ്രേ ഇതല്ലല്ലോ, പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കളർ മാറും കേട്ടോ. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്പ്രേ അടിക്കാൻ, ഇത് പെർഫ്യൂമാണ്. അപ്പോൾ ഞാൻ പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല സ്മെല്ല്, ഹാർഡ് സ്മെല്ല്. ഒരു 2-3 മിനിറ്റിൽ തന്നെ അത് ഭയങ്കര എന്താ പറയുക, മൈൽഡ് സ്മെല്ലാക്കി മാറ്റും. ഭയങ്കര ഒരു സക്ഷൻ പവർ ഉണ്ട് ഇതിൽ. ശരിക്കും അയോണിക്കും ഉണ്ട്, നമ്മുടെ HEPA ഫിൽറ്ററും ഉണ്ട്. രണ്ടും ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പോസിറ്റീവ് അയോൺസ് വന്നിട്ടുള്ള നമ്മുടെ ഈ ബാക്ടീരിയൻ സംഭവത്തിനെ കൊല്ലുന്ന പരിപാടിയുണ്ട്. അതുപോലെ HEPA ഫിൽറ്ററും ഉണ്ട്. HEPA ഫിൽറ്റർ നമുക്ക് അത്യാവശ്യം ലൈഫ് വരുന്ന HEPA ഫിൽറ്ററാണ്. നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയാണ് ഒന്നും പറയാത്ത, ഒരു രക്ഷയില്ലാത്ത പറയാനുള്ളത്. എന്ന് വെച്ചാൽ സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമുക്ക് 3 മോഡ്സുകളുണ്ട് ഫാനിൻ്റെ. ഇത് സെക്കൻഡ് മോഡാണ്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ മാറണുണ്ടോ, ഇത് 3ാമത്തെ മോഡാണ്. ചെറുതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നല്ല ഫാസ്റ്റ് ഫാനിൽ കറങ്ങണ സ്പീഡാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഞാൻ വേണമെങ്കിൽ വാലടച്ചിടാം കണ്ടോ, ചെറിയൊരു സൗണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഡിഫോൾട്ട് മോഡാണ്. നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇതാണ് വരിക. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ വരുന്നുണ്ട്. ഹ്യൂമിഡിറ്റിയുടെ പടം, ടെമ്പറേച്ചറിൻ്റെ പടം, ഫാനിൻ്റെ,
അപ്പോൾ ഇത് ഇവിടെ ഫുൾ ടച്ചാട്ടോ, ഇവിടെ ഒന്നുമില്ല, ഇത് മാത്രം ടച്ചാണ്. ബാക്കി വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാനൊന്നുമില്ല. എന്ന് വെച്ചാൽ വാൻട്രോയുടെ ബ്രാൻഡിങ് ഉണ്ട്, നല്ല ക്വാളിറ്റി ബ്രാൻഡിങ് തന്നെയാണ്. എന്താ പറയുക, പോകുന്ന ബ്രാൻഡിങ് ഒന്നുമില്ല. ഇതൊക്കെ അലോയാണ് കേട്ടോ ശരിക്കും. താഴെ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്, ബാക്കി ഫുൾ മെറ്റലിക് അലോയാണ്, അലുമിനിയം അലോയാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് കളർ മാറുന്നുണ്ട്. ഇത് ഭയങ്കര ലുക്കാണ്, നമുക്ക് പ്രത്യേകിച്ച് ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ലുക്കായിട്ട് തോന്നുക. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ശരിക്കും ഇത് മാത്രം എനിക്ക് അങ്ങനെ ഡിസൈൻ ഫ്ലോ ആകാൻ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ബാക്കിലോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കാണ് വെക്കുക. ഇത് എന്തുകൊണ്ടാണ് അവർ ഈ സൈഡ് കൊണ്ടുവച്ചാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആക്ച്വലി ഈ സൈഡിലേക്കാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഇത് അറിയാനില്ല, ഒരു ശരിക്കും കമ്മ്യൂണിക്കേറ്റഡ് ഒരു സംഭവം പോലെ തോന്നും. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്താണ്. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടുക. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 4299 അങ്ങനെ എന്താണ് റേഞ്ച് വരുന്നത്. ആദ്യം 4800 ഉണ്ടെന്ന്, പിന്നെ കുറഞ്ഞ് MRP വരുന്നത് 8000 സംതിങ് വരുന്നുണ്ട്. പിന്നെ 1 year വാറണ്ടി വരുന്ന സംഭവമാണ്. വാൻട്രോ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, അവർ കുറേ കാർ അക്സസറീസും തമ്മിലും അതേപോലെ എന്താ പറയുക ടയർ ഇൻഫ്ലേറ്റർ അങ്ങനെ ഇറക്കുന്ന ബ്രാൻഡാണ്. അപ്പോൾ വാറണ്ടിയും സപ്പോർട്ടൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ വേണ്ടിയിട്ട് ബെസ്റ്റ് പ്രൈസ് ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഗീവ് വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളൊരു 10 റൂട്ടറും അതുപോലെ എന്താ പറയുക ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ് 3200 രൂപയുടെ സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് നിർത്താം. ബൈ.